പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രിവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ റോസ് ചെടികൾ, അതുപോലെ പൂച്ചെടികൾ, മറ്റിലച്ചെടികൾക്ക് എല്ലാം ഉപയോഗിക്കാം. പ്രത്യേകിച്ചും പൂച്ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലിക്വിഡാണ്. നമ്മൾ ഇലയിലൊക്കെ സ്പ്രേ ചെയ്യാൻ പറ്റിയ ഒരു ലിക്വിഡ് ഉണ്ടാക്കാനാണ് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് കറിവേപ്പില എടുക്കാം. കറിവേപ്പില അല്ലെങ്കിൽ നമുക്ക് ആര്യവേപ്പിൻ്റെ ഇലയുണ്ടെങ്കിൽ അതൊന്നുകൂടെ നല്ലതാണ്. അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ കറിവേപ്പില, പിന്നെ നമ്മുടെ ഒനിയൻ എടുക്കുക. അതായത് സവോള, അല്ല ചെറിയ ഉള്ളി. നമ്മൾ പച്ചക്കറി കൊടുക്കും കൊച്ചു കൊച്ചു ഉള്ളികളൊക്കെ ഫെയ്ഡായിട്ട് വരുന്നതുകൊണ്ടല്ലോ നമ്മൾ പൊളിച്ചെടുക്കാനൊക്കാത്ത അങ്ങനെയുള്ള ഉള്ളികളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വെളുത്തുള്ളി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും വേണം. ഇഞ്ചി ഇതുപോലെ നമ്മൾ ഇഞ്ചിക്കറിക്കൊക്കെ എടുക്കുമ്പോൾ ഫെയ്ഡായിട്ടുള്ള ഇഞ്ചി മാറ്റിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന കൊടുത്ത് ലാസ്റ്റ് വരുമ്പം കുറേ ഇങ്ങനെയൊക്കെ അധികമായിട്ട് വരുമല്ലോ, അങ്ങനെയുള്ള സമയത്ത് ഇതൊക്കെ എടുക്കുക. പിന്നെ മഞ്ഞൾ എല്ലാവർക്കും അറിയാം, നല്ല വീര്യ ഗുണമുള്ള, അതുപോലെ തന്നെ നമ്മൾ ജൈവ കീടനാശിനി ഉപയോഗിക്കാനൊക്കെ എല്ലാത്തിലും ഉപയോഗിക്കുന്നതാണ് ടർമറിക്ക്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ നമുക്ക് ഏറ്റവും നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. വേര് പിടിക്കാനൊക്കെ ഇതിൻ്റെ ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അലോവേര ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം അത് അരിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തിട്ട്, അല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ അതുമായിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടും കൂടെ ഞാൻ മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കുവാണ്. ഇതിനിപ്പോൾ ഒന്ന് അരിച്ചെടുക്കുക. ഒരു പ്രാവശ്യം അരിച്ച് രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ അരിക്കുകയാണ്. തരിയൊന്നും ഇല്ലാതെ വേണം ഈ സ്പ്രേയറിനകത്ത് ഇത് ഒഴിക്കാനേ. അപ്പം ഇങ്ങനെ ഇതെല്ലാം ഒന്നുകൂടെ അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ കഞ്ഞിവെള്ളം, ഈ കാണുന്ന കഞ്ഞിവെള്ളം കൂടെ ചേർത്തിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ അരിച്ചെടുത്തത് ഒരു 1.5 ലിറ്റർ വെള്ളമാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് കപ്പലണ്ടി പിണ്ണാക്ക് അല്ല കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചെടുത്തതാണ്. പുളിപ്പിച്ചെടുത്തത് അത് ഈ ഒരളവാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് വരിച്ചെടുക്കണം കേട്ടോ. അത് വരിച്ചെടുക്കും. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ 1.5 കപ്പ് കഞ്ഞിവെള്ളം കൂടെ ചേർക്കും. കഞ്ഞിവെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യാൻ എടുക്കുന്നത്. ഇത് അളവ് കൂടി പോകല്ലേ, ഇരട്ടി വെള്ളം 1.5 ലിറ്റർ എല്ലാം കൂടെ എടുക്കുമ്പോഴത്തേക്കിന് 1 ലിറ്റർ കഞ്ഞിവെള്ളം കൂടെ ചേർക്കണം. അപ്പോൾ എൻ്റെ സ്പ്രേയുടെ അത് ഒഴിച്ച് ഞാൻ സ്പ്രേ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അരിച്ചെടുത്തതായതുകൊണ്ട് നമുക്ക് സ്പ്രേയർ കേടാകുമെന്ന് പേടിക്കണ്ട. ഇത് ചെറിയ സ്പ്രേയറാണ്. ഇങ്ങനത്തെ സ്പ്രേയർ കൂടുതലും ബ്യൂട്ടി പാർലറിലാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ പിന്നെ ഇതിന് എടുത്തുന്നേ ഉള്ളൂ. ബട്ടർ നട്ടെന്ന് പറയുന്നൊരു ഫ്രൂട്ടാണിത്. ഇലച്ചെടികളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഇലയിലൊക്കെ ഇതൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഈ തണ്ട് വഴി ഇല വഴി ഇത് ആഗിരണം ചെയ്തോളൂ. അപ്പം നല്ല ഒരു ഗ്രോത്തിലും നിറത്തിലും ഒക്കെ ഈ ചെടികളൊക്കെ വരും. അതിനാണ് ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു ഹോം റെമഡീസ് നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പം നിങ്ങൾക്ക് വീട്ടിലിത് തയ്യാറാക്കി ഉപയോഗിക്കാം. നമ്മുടെ പച്ചക്കറികൾക്കും അതുപോലെ പൂച്ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നിങ്ങളുണ്ടാക്കി തളിക്കുക. എപ്പോഴും നമ്മൾ സ്പ്രേയറിൽ ഒഴിച്ചാണ് തളിക്കുന്നതെങ്കിൽ നന്നായിട്ട് അരിക്കണം. ഇതിനകത്ത് കരടുകളും തരികളും ഒക്കെ ഉണ്ടാവും, അല്ലെ സ്പ്രേയർ അങ്ങ് ഡാമേജ് ആയിപ്പോവും. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. എന്തുമാത്രമാണ് നമ്മൾ ലിക്വിഡ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ചുവട്ടിൽ ഒഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ തെളികൂടെ എന്ന് വെച്ചാൽ കുതിർത്ത അതിൻ്റെ തെളികൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടാനില്ലെങ്കിൽ പച്ച ചാണകം കലക്കി വെച്ചിട്ട് അതിൻ്റെ തെളി നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിനകത്ത് കയറി വീഡിയോസൊക്കെ എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം.